3, 4, 5, 6. One, 2, 3, 4, 5, 6, 7. You are not a street fighter. അന്തസ്സുള്ള ഒരു ഓഫീസർ ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. Come on, ആണുങ്ങളെ കൊലപ്പെടുത്തടാ. One, 2, 3, 4, 5, 6, 7, 8, 9, 10. Well done, Mr. Thank you. Congratulations. Hello. Varte. Oh, വേറെ ക്യാപ്റ്റൻ ലിസ എന്നെ കാണാൻ വന്നതോ അതോ? വേണ്ട റോജായ, കളിയാക്കൊന്നും വേണ്ട. ഞാൻ കൂട്ടുവന്നല്ലേ. ദേ നിൽക്കുന്നു. അഭിനന്ദിക്കോ കെട്ടിപ്പിടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞങ്ങൾ മാറിയേക്കാം. എന്തൊരു ഇടിയായിരുന്നു. ഒന്നും അല്ലെങ്കിലും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വിശാല ഹൃദയനാണെന്ന് ഒരു പരിഗണനയെങ്കിലും വേണ്ടതായിരുന്നു. പാവം, അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തേക്ക് അതിന് ഇനി ഒന്നിനും കൊള്ളില്ല. അതിരിക്കട്ടെ, ആരാണോ ഈ ബോക്സിംഗ് രംഗത്തെ അങ്ങയുടെ ഇഷ്ടദേവൻ? മുഹമ്മദ് അലി, ലിയോൺ സ്പിങ്സ്, മൈക്ക് ടൈസൺ, ഹനുമാനായിരിക്കും. ഇഷ്ടദേവനാകുമ്പോ ഇഷ്ടദേവതയായിട്ട് എന്തെങ്കിലും ഒരു ചേർച്ച വേണ്ടേ? അതിന് ഏറ്റവും പറ്റിയ കക്ഷി മേപ്പടിയാൻ തന്നെ. ദേ, ചിരിച്ചും കളിച്ചും നിൽക്കാൻ സമയമില്ല. എത്ര കഷ്ടപ്പെട്ട അച്ഛന്റെ കണ്ണു വെട്ടിച്ചിങ്ങ് വന്നോ. നാളെ വൈകിട്ട് ഗ്രൗണ്ടിനപ്പുറത്ത് കാണാം. ഞാൻ പോട്ടെ. ലിസ, രണ്ടും കൂടെ കുറ്റിയടിച്ച് വയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായിരുന്നോ? അസൂയ അസൂയ. വാ. വരട്ടെ. റോയിച്ചും കലക്കിയല്ലേ? അതെ അതെ. റോയിച്ചും ജയിച്ചെന്ന് വെച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട. എനിക്ക് ഷൈനിങ് ഒന്നുമില്ല. വിജയ് എന്താ ഇവിടെ? ചാമ്പിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. എങ്ങനെയുണ്ടായിരുന്നു ഇടി? ദേ, ചോര പൊടിഞ്ഞിട്ടുണ്ട്. വേഗം വീട്ടിൽ പോയി കുറച്ച് ഐഡക്സ് പുരട്ടി ഒന്ന് ആവി കൂടെ പിടിച്ച അല്പം ആശ്വാസം കിട്ടും. നിന്നെ ഞാൻ. എന്നെ വിടൂ. പലതവണയെ നിങ്ങൾ ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നു. എന്നെ വിടൂ. വിടാൻ. എന്താ സുരേഷ് ഇത്? നിങ്ങൾ പൊയ്ക്കോളൂ. പോകാം. ഈ ചുണ റിങ്ങിൽ കാണിച്ചിരുന്നെങ്കിൽ. എന്തിനാ ചങ്ങാതി? പഠിച്ചിട്ടില്ലേ പരാക്രമം സ്ത്രീകളല്ല വേണ്ടുന്നു? അല്ല, അളിയന്റെ ഉദ്ദേശം എന്താ? പൂർണ്ണ മനസ്സോടെ കേണൽ മാധവൻ നായർ മകളെ നിനക്ക് കെട്ടിച്ചേരും തോന്നുന്നുണ്ടോ? അതേതായാലും ഇല്ല. പക്ഷേ എന്ത് പക്ഷേ? അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പെൺകുട്ടിക്ക് ഒരു പ്രതീക്ഷ കൊടുത്തത്? ആ സുരേഷ് ആണെങ്കിൽ ആ പെണ്ണെ ശരണം എന്ന് പറഞ്ഞ് പുറകെ, കേണൽ സാബിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ബന്ധം നടത്തണമെന്ന് എന്തോ നേർച്ച പോലെയാ. ഇതിനിടയിൽ നീ
കാസ്റ്റ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, അങ്ങനെ തമ്മിൽ ചേരാത്ത എത്ര എത്ര പ്രശ്നങ്ങൾ. ആ കുട്ടിക്കാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാനുള്ള ഒരു പക്വതയായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നീ എന്താ ഒന്നും പറയാതെ? സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറാൻ ഒത്തിരി ശ്രമിച്ചതാ. അപ്പോഴൊക്കെ അവളാണ് എന്നോട് എനിക്ക് അവളെ ഇഷ്ടമായിരുന്നാലും പിരിയാൻ പറ്റാത്ത വിധം എങ്ങനെ അടുത്തുനിന്ന് എനിക്ക് തന്നെ അറിയില്ല. ഐ ലവ് ഹർ സോ മച്ച്. ഇനി അല്ല അതിരിക്കട്ടെ, ഈ ഉപദേശമൊക്കെ തരുന്ന നിന്റെ ഭാവം എന്താ? എത്രന്ന് വെച്ചാൽ ലിസയും കാത്തിരിക്കുക. അച്ചടക്കവും അനുസരണയും ഉണ്ടാവട്ടെ എന്ന് കരുതി പിടിച്ചു പട്ടാളത്തിൽ ചേർത്ത് നിന്നെ പോലെയല്ല ഞാൻ. നിനക്കിതൊരു ത്രില്ലാണ്, എനിക്ക് ജീവിതവും. 2 ചേച്ചിമാരുടെ വിവാഹം ഞാൻ എങ്ങനെയാ നടത്തിയെന്ന് നിനക്കറിയാലോ. ഇനി ഒരെണ്ണം കൂടി, രമ. അവളെ കൂടി ആരെങ്കിലും ഏൽപ്പിച്ചാൽ then I am free. അടുത്ത മുഹൂർത്തത്തിൽ ലിസയെ കെട്ടാൻ ഞാൻ തയ്യാർ. അവളുടെ ഒരു വായന. ദേ കണ്ടോ മണി എത്രയായിരുന്നു. ഇനി കഴിഞ്ഞ ഓണത്തെ പോലെ കാത്തു നിന്നില്ല എന്ന് എന്റെ പേരിലാവും പരാതി. അതിന് നീ എന്തിനാ എന്നെ തിന്നാൻ വരുന്നത്? റോയിച്ചൻ ഇന്ന് വരെ വാക്ക് പറഞ്ഞിട്ട് പാലിച്ച ചരിത്രമുണ്ടോ? അതും നിന്നോട്. നമുക്ക് പോ. എന്റെ സമയത്തിനുണ്ട് കുറച്ചൊക്കെ വില. പിണങ്ങാതെ മോളെ, ലേറ്റ് ആയി പോയി. കാരണമുണ്ട്. എനിക്കറിയാം, എപ്പോഴും ഞാൻ കേൾക്കാറുള്ളതല്ലേ. ബോക്സിംഗ്, ഹോഴ്സ് റൈഡിംഗ്, റോക്ക് ക്ലൈംബിംഗ്, കുറെ റീസൺസ്. ചുമ്മാ പറയുന്നതാ. ചുമ്മാതല്ല മോളെ, എനിക്ക് നിന്നെ കാണാൻ ഇഷ്ടമല്ല എന്ന് കരുതിയോ? ഞാൻ എന്ത് ചെയ്യും? ഇന്ന് തന്നെ കേണൽ സാബ്, നിന്റെ അച്ഛൻ, എനിക്കൊരു സ്പെഷ്യൽ കോംപ്ലിമെന്റ് തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പല ഭാഗത്ത് നിന്നായി സെലക്ട് ചെയ്തിരിക്കുന്ന 10 പേർക്കായി നടത്തുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഫോർ 6 months. എൻ്റെ യോഗ്യതകളും കഴിവുകളും കണക്കിലെടുത്ത് ആ ലിസ്റ്റിൽ എൻ്റെയും പേര് ചേർത്തിരിക്കുന്നു. എനിക്കറിയാം എൻ്റെ പേരിലുള്ള പ്രത്യേക വാത്സല്യമോ എൻ്റെ കഴിവിലുള്ള വിശ്വാസമോ കാരണമല്ലാതെന്ന്. 6 മാസത്തേക്കെങ്കിലും എന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ അത് കഴിഞ്ഞാൽ ഉടനെ ഒരു ട്രാൻസ്ഫറും നമ്മളെ തമ്മിലകറ്റാവുന്നു. ഈ ജന്മം നമുക്ക് അകലാൻ കഴിയുമോ? കരയാതെ സമാധാനമായിരിക്കും. അനുസരണയുള്ള നല്ല കുട്ടികളായി കുറെ കൂടി നമുക്ക് കാത്തിരിക്കാം. നിന്റെ അച്ഛന്റെ മനസ്സ് മാറുമെന്ന് നോക്കാമല്ലോ. അപ്പൊ ഇനി 6 മാസം? 6 മാസം. ചലോ. No, that's not the right way. I'll show you. Come on.
നീ ഇവിടെ? കമൺ. എക്സ്ക്യൂസ് മീ. എന്താടാ? ലിസ നിന്നെ പലതവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഞാൻ ആനുവൽ ലീവിലുമായിരുന്നു. വിജിയുടെ വിവാഹം കഴിഞ്ഞു. സുരേഷ്